ഡോക്ടർ ഗോകുമാർ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ചില സെൻസിറ്റീവ് ഇഷ്യൂസ്, അത്തരം വിഷയങ്ങളിൽ ഒരു തീരുമാനത്തിൽ എത്തുമ്പോൾ ചില തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് അല്ലേ, വികസന പ്രവർത്തനങ്ങളിൽ ഇവരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ BJPക്ക് സാധിക്കില്ല. ഇപ്പോൾ നോക്കൂ, തുടക്കത്തിൽ തന്നെ ആ ഒരു ലീഡർഷിപ്പ് അസേർട്ടൺ ചെയ്യാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ശുഭസൂചന തന്നെയല്ലേ നൽകുന്നത്? അതെ, വാസ്തവത്തിൽ ഇപ്പോൾ വിവാദ വിഷയങ്ങളിലേക്കൊന്നും പോകാതെ രാജ്യത്തിൻ്റെ മുമ്പിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമ്മളെക്കാൾ തന്നെ ഭരിക്കുന്ന ആൾക്കാർക്കറിയാം. തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. BJPക്ക് ചെറുപ്പക്കാരുടെ വോട്ടുകൾ ഗണ്യമായി കിട്ടിയെങ്കിൽ പോലും തൊഴിലില്ലായ്മ വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. വിലക്കയറ്റം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന പട്ടിണി വിഭാഗക്കാർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 5 വർഷത്തേക്ക് സൗജന്യ റേഷൻ കൊടുത്തുകൊണ്ട് മാത്രം അതാകുന്നില്ല. പിന്നെ കർഷക പ്രശ്നം, അപ്പം അതിൻ്റെ തന്നെ തുടക്കത്തിൽ നമ്മൾ കണ്ടു ആദ്യത്തെ ഫയൽ എന്താണ് ഒപ്പിട്ടതെന്ന്. ഇപ്പോൾ ചുരുക്കത്തിൽ കൂടുതൽ പ്രാധാന്യം വരേണ്ടത് എക്കണോമിക് ഗ്രോത്തിനും സോഷ്യൽ ഡെവലപ്മെൻറ്റിനും, സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക പുരോഗതിക്കുമായിരിക്കണം. ഇപ്പോൾ അന്തർദേശീയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല റേറ്റിംഗ് ഉള്ളത് കൊണ്ടും ജയശങ്കറിനെ പോലത്തെ ഒരു പ്രൊഫഷണൽ അവിടെ ഇരിക്കുന്നത് കൊണ്ടും അതിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ള മേഖലകൾ ഇപ്പോൾ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നുള്ള പ്രതീക്ഷ BJPക്കും മറ്റ് സഖ്യകക്ഷികൾക്കും ഉള്ളപ്പോൾ അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കാണ്. ആ വളർച്ച എന്ന് പറയുന്നത് എല്ലാ രീതിയിലുമുള്ള വളർച്ച വേണം. അത് ഇൻക്ലൂസീവായിട്ടുള്ള വളർച്ചയായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനം തൊഴിലില്ലായ്മ ടാക്കിൾ ചെയ്യുക എന്നുള്ളതും വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നുള്ളതും സാമൂഹ്യക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തിയാർജിച്ച് അതുവഴി പട്ടിണിയെ ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ രാജ്യത്തെ നാണയപ്പെരുപ്പം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ചുരുക്കത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുരോഗതി നൽകണം. അതോടൊപ്പം തന്നെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ എടുക്കാതിരിക്കുകയും ഇപ്പോൾ അഗ്നിവീർ പോലുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ നയം തന്നെ മാറ്റാൻ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് ആ പോളിസിയിൽ ചെറിയ ഭേദഗതിയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന അവസരമായിരിക്കും. കാരണം ജനങ്ങളുടെ വിശ്വാസം ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ BJP ഗവൺമെൻറ് 2019 വന്നതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ചെയ്തതിന് നല്ല അംഗീകാരം പൊതുവേ കിട്ടിയിരുന്നു. അതോടൊപ്പം അന്തർദേശീയ രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് വലിയ അംഗീകാരം കിട്ടിയിരുന്നു. ഒടുവിൽ അവസാനത്തെ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടായ ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്തെങ്കിലും അത് 2 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഭാഗികമായി പാസ്സായിട്ടുള്ളൂ. എന്നാൽ കാശ്മീരിൻ്റെ കാര്യത്തിൽ അത് വിവാദമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എത്രയോ വർഷമായി BJPയുടെ അജണ്ടയിലുള്ളതാണ്. അത് ഒളിച്ചു വെച്ച് കൊണ്ടുവന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അത് റദ്ദാക്കിയത് കൊണ്ട് ഇപ്പോൾ കാശ്മീരിൽ കുറച്ചുകൂടി ശാന്തത കൈവന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. താരതമ്യേന മുമ്പുള്ളായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായി എന്നും അവിടെ BJPക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടിയെന്നും ബാക്കി പുരോഗതിക്കുള്ള കാരണങ്ങൾ കാശ്മീരിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നും പൊതുവിൽ അവിടുത്തെ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടായിട്ടുണ്ട്. പക്ഷേ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, പിന്നെ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺഷിപ്പ്, അങ്ങനെയുള്ള ഇഷ്യൂസ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, ഇത്തരം കാര്യങ്ങളിലൊന്നും കൈവയ്ക്കാതെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, സാമൂഹിക പുരോഗതിക്കും സാമ്പത്തിക പുരോഗതിക്കും, നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ ഒരു രാജ്യം എന്നുള്ള നിലയിൽ അവരുടെ വളർച്ച, ഹ്യൂമൻ റിസോഴ്സിൻ്റെ വളർച്ച, അതെങ്ങനെ വർദ്ധിപ്പിക്കാം. ഒരുപാട് ആശയങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്നത് ഞാൻ ഓർക്കുന്നു. സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യത്തിന് വികസനം, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ 3ാമത്തെ ശക്തിയാകുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അതിലേക്കുള്ളൊരു പ്രയാണത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പറ്റും. അത്തരം കാര്യങ്ങളായിരിക്കണം വിവാദ വിഷയങ്ങളെക്കാൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് അവസാന ഘട്ടത്തിൽ അതൊക്കെ വന്നെങ്കിലും ആദ്യത്തെ 2 മാസം, തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ജാനുവരിക്ക് ശേഷമുള്ള 2 മാസം വികസന കാര്യങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ചർച്ചകളും പ്രസ്താവനകളും ഒക്കെ ആയിരുന്നു. പക്ഷെ അത് മാറി മാറി വന്നാണ് പിന്നീട് അവസാന ഘട്ടം എത്തിയപ്പോഴത്തേക്കും കമ്മ്യൂണലായിട്ടുള്ള ഡിബേറ്റിലേക്ക് പോവുകയും അതുണ്ടാക്കിയ വിവാദവും ധ്രുവീകരണവും നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ സമയമല്ല. വാസ്തവത്തിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, അതിനുള്ള അജണ്ട അതെങ്ങനെ നന്നാക്കി എടുക്കാം. അപ്പം അത്ര മോശപ്പെട്ട സ്ഥിതിയിലല്ല ഗവൺമെൻറ് ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. GDP ഗ്രോത്ത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. പൊതുവിലുള്ള സാമ്പത്തിക കപ്പാസിറ്റിയുള്ള വ്യത്യാസമുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമായിട്ടിരിക്കുന്നു, വിലക്കയറ്റം വലിയ പ്രശ്നമായിട്ടിരിക്കുന്നു, നാണയപ്പെരുപ്പം വലിയ പ്രശ്നമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാറ്റിയെടുക്കാവുന്ന ഏറ്റവും നല്ല അവസരമാണ്. 3ാമത് ഭരണം കിട്ടുക എന്ന് പറയുന്നത് അത്യപൂർവമാണ്. അതിൻ്റെ പരമാവധി യൂട്ടിലിറ്റി എടുക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് നന്മ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ രീതി. രാജ്യമൊട്ടുക്ക് അതിൻ്റെ വ്യത്യാസം വരുത്തണം. ഫെഡറൽ സംവിധാനങ്ങൾ, ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ സംസ്ഥാനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ വേണം.
അതിപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും. കാരണം ചെറിയ മേഖലയിൽ വളർച്ച ഉണ്ടായാൽ പോരെ, എല്ലാ സംസ്ഥാനങ്ങളും വളരണം. ഇവിടെ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അതിനെക്കുറിച്ച് പോകാൻ നമുക്ക് സമയമില്ല. ജനസംഖ്യയുടെ വളർച്ചയും അതനുസരിച്ചുള്ള ഫിനാൻസ് കമ്മീഷൻ്റെ അലോട്ട്മെൻറ്റ്, അങ്ങനെ തുടങ്ങിയ ഒത്തിരി ഫെഡറൽ ഇഷ്യൂസ് ഉണ്ട്. ചുരുക്കത്തിൽ ഇവയെല്ലാം ഒരുവിധം ഒരു സമവായത്തിൽ കൂടി കൊണ്ടുപോയി രാജ്യത്തിന് പുരോഗതി വരുത്തേണ്ട ഒരു നല്ല അവസരമാണ് ഈ തുടക്കത്തിൽ വന്നിരിക്കുന്നത്.